ഇപ്പോൾ എനിക്ക് കിട്ടാറുള്ള ഇപ്പോൾ വ്യാഴാഴ്ച ആകുമ്പോൾ ഈ ഒരു എമൗണ്ട് എൻ്റെ ബിറ്റ് കോയിൻ വാലറ്റിലേക്ക് വരും. അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് ഏൺ ചെയ്തിരിക്കുന്നത് $220 മേലെ വരുന്ന ബിറ്റ് കോയിൻസ് ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, സജിൽസ് ടെക് സെൻറ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ 2 വെബ്സൈറ്റുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഒരു വെബ്സൈറ്റ് ഓൾറെഡി ഞാൻ അതിനു മുമ്പ് പരിചയപ്പെടുത്തിയ വെബ്സൈറ്റാണ്. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും മറ്റു കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ്, ഇതിൽ നിന്നും നമുക്ക് ഫ്രീ ആയിട്ട് ബിറ്റ് കോയിൻസ്, ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബിറ്റ് കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങളാകെ ചെയ്യേണ്ടത് സൈനപ്പ് ചെയ്യുക, നിങ്ങളുടെ ജിമെയിൽ ID വെച്ച് സൈനപ്പ് ചെയ്യുക, ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ചെറിയ വീഡിയോസ് ഉണ്ടാകും, അത് വാച്ച് ചെയ്യുന്നതിലൂടെ ചെറിയ എമൗണ്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ പ്രോസസ്സാണിത്. അതുപോലെ തന്നെ ഏകദേശം 17 ലക്ഷത്തിൽ മേലെ ആളുകൾ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 201 ബിറ്റ് കോയിൻസ് ഓൾറെഡി ഇവർ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂസ് എല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് പൈലറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 2700 പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. 4.7 റിവ്യൂസ്, നല്ല ഹൈ റേറ്റിംഗ് റിവ്യൂസാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഏതൊരു വെബ്സൈറ്റിൻ്റെ റിവ്യൂ നോക്കിയാലും നിങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂസൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിലുള്ള നെഗറ്റീവ് റിവ്യൂസിനെല്ലാം കൃത്യമായിട്ട് അവർ അതിൻ്റെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ജെന്വിനായിട്ട് കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് റിവ്യൂസിനെല്ലാം അവർ കൃത്യമായിട്ടുള്ള റിപ്ലൈയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് പേയ്മെൻ്റ് എല്ലാം കിട്ടിയ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഈ CoinTiply എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇതിലപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇമെയിൽ കൊടുത്ത് സ്റ്റാർട്ട് ഏർണിംഗ് നൗ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നെയിം കൊടുക്കുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ച താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, ദെൻ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഫീച്ചേർഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓരോ ഓഫേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ചെറിയ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും മുകളിൽ ഏൺ കോയിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഗെയിം പ്ലേ ചെയ്തിട്ടേക്ക് നമുക്ക് ടോക്കൺസ് ലഭിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ റോൾ ദ ഫോസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് റോൾ ആൻഡ് വിൻ ആണ്. ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ സബ്മിറ്റ് ക്യാപ്ച ആൻഡ് എൻറോൾ. ഓക്കെ, നമുക്ക് ഇപ്പോൾ 14 കോയിൻസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ചെറിയ ഗെയിംസും മറ്റു കാര്യങ്ങളും ഇതിലുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ എടുത്ത് നോക്കാം. വ്യൂ PTC ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾ യാതൊരു പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. ചെറിയ ആഡ്സ് ഇതിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ആഡ് കാണുന്നതിലൂടെ നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആഡ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ 131 കോയിൻസ് നമുക്ക് ലഭിക്കും. ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങളത് വെയിറ്റ് ചെയ്യണം. ഇത് ബ്രൗസർ ചെക്കിങ് കഴിഞ്ഞ് ആ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പോയിൻറ്റ്സ് ലഭിക്കുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇത് വാലിഡേറ്റ് ക്ലിക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ സെലക്ട് ബീക്കർ എന്ന് പറയുന്ന ഇത് ക്യാപ്ച പോലെ തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതിൽ തരും, അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഓൾറെഡി എനിക്ക് ഒരു 864 കോയിൻസ് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും വാല്യൂ ഉള്ളത്, അതുപോലെ തന്നെ ഇത്രയും BTC വാല്യൂ ഉള്ള കോയിൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് വേണമെങ്കിലും കാണാം. അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നത് നല്ലത് നിങ്ങളുടെ ഫോണിൽ. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണെന്ന്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വീഡിയോസ് എല്ലാം കണ്ട് നമുക്ക് വേണമെങ്കിൽ ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഓൾ കൺട്രീസ് എന്നുള്ള സെക്ഷൻ മാത്രം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പോയിൻറ്റ്സ് ലഭിക്കുള്ളൂ. ചിലതെല്ലാം US ഒള്ളിയാണ്, അതെടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ PTC ആഡുകളെല്ലാം കണ്ടിട്ട് മാക്സിമം പോയിൻറ്റ്സിൽ ഏൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏർണിംഗ് പേയ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഏൺ ചെയ്ത 14 കോയിൻസ്, അതുപോലെ തന്നെ 7 കോയിൻസ്, അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിപ്പോൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിഡ്രോ കോയിൻസ്, അതായത് ആക്ടിവിറ്റി ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന സെക്ഷനിൽ വിഡ്രോ കോയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോവുക. അതിൽ നിങ്ങൾക്ക് കാണാം വിഡ്രോ ടു യുവർ ബിറ്റ് കോയിൻ വാലറ്റ്, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിറ്റ് കോയിൻ വാലറ്റ് അഡ്രസ്സ്, ഇപ്പോൾ വാസറെക്സ് വാലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. വാസറെക്സ് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കോയിൻ സ്വിച്ചോ ഏത് വാലറ്റിലെ അഡ്രസ്സ് വേണമെങ്കിലും നമുക്കിതിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം. മിനിമം
ഡയറക്റ്റ് ടു യുവർ ബിറ്റ്കോയിൻ വാലറ്റ് വിഡ്രോവൽ എമൗണ്ട് ഇസ് 50,000 50,000 കോയിൻസ് ആകണം നിങ്ങൾക്ക്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഡോഡ്ജോ LTCയോ അല്ലെങ്കിൽ ഡാഷ് കോയിൻ ആണെങ്കിൽ 30,000 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിൻ ബേസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യാം. ഏതൊരു വാലറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വാസ്റെക്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാസ്റെക്സിൽ വരിക, ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ബിറ്റ്കോയിൻ, ഇതിൽ ഡെപ്പോസിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക, നേരെ കോയിൻ റിപ്ലൈ വരിക, വിഡ്രോ ടു യുവർ ബിറ്റ്കോയിൻ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ വിഡ്രോ ചെയ്യുക. അപ്പോൾ മിനിമം 50,000 ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോഡ്ജ് LTC ഡാഷ് കോയിനൊക്കെ ആയിട്ട് വിഡ്രോ ചെയ്യാം 30,000 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് കുറച്ച് ഇതെല്ലാം ചെയ്തപ്പോൾ തന്നെ 871 കോയിൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ റെഫറൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ റെഫറൽസിനെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 25%ഓളം അവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 25%ഓളം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അപ്പോൾ അത് മുഖേനയും നിങ്ങൾക്ക് ചെറിയ ഏർണിങ്സ് ലഭിക്കുന്നതാണ്. ഇത് വളരെ ഇപ്പോൾ ഫ്രീ ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് തന്നെയാണ്. അത്യാവശ്യം ബിറ്റ്കോയിനൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ വാല്യൂ ഒക്കെ വരുമ്പോൾ നമുക്ക് വാസ്റെക്സിലേക്കൊക്കെ മാറ്റിയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഞാനിപ്പോൾ കറൻ്റ്ലി തുടങ്ങിയതുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൽ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ടിവിറ്റി ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ റെഫറൽ സ്റ്റാറ്റസിലേക്ക് വരിക. ദെൻ സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് റെഫറൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. 25% ഓഫ് എവറി റെഫറൽസ് ഫസ്റ്റ് ക്ലെയിം ഫോർ ലൈഫ്. അതായത് 25% നമ്മളുടെ റെഫറൽസ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 25% നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ 10% ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ റെഫറൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതായിരിക്കും നിങ്ങളുടെ റെഫറൽ ലിങ്ക്. നിങ്ങൾക്കിപ്പോൾ കാണാം എനിക്ക് 0 റെഫറൽസ് ആണ്. അപ്പോൾ ഇത് മുഖേന ചെറിയ ഏർണിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി മറ്റൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ബിറ്റ് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച്. ടൈം ബക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ സെയിം പ്രോസസ്സ് ഒക്കെ തന്നെയാണ് അതിലുമുള്ളത്. വീഡിയോസ് കാണാം, അതുപോലെ തന്നെ ചെറിയ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് ആഡുകൾ കണ്ട് അതിൽ നിന്നും ഏർണിങ്സ് ലഭിക്കാം. അപ്പോൾ ഇതിൽ എൻ്റെ ഓൾറെഡി എനിക്ക് ഏൺ ചെയ്ത ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എനിക്കിപ്പോൾ ബാലൻസ് $10.90 ഉണ്ട്. ഇതിപ്പോൾ എല്ലാ വ്യാഴാഴ്ചയുമാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ഞാൻ പേയ്മെൻറ്റ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഡാഷ്ബോർഡിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഏർണിംഗ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. ഏറ്റവും താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടാറുള്ള ഇപ്പോൾ വ്യാഴാഴ്ച ആകുമ്പോൾ ഈ ഒരു എമൗണ്ട് എൻ്റെ ബിറ്റ്കോയിൻ വാലറ്റിലേക്ക് വരും. അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് ഏൺ ചെയ്തിരിക്കുന്നത് $220 മേലെ വരുന്ന ബിറ്റ് കോയിൻസിന് ഓൾറെഡി ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ഇതിലും സെയിം ഓഫേഴ്സും മറ്റു കാര്യങ്ങളുമാണ്. ഏൺ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം സർവേസിനെ അധികം ചെയ്യാറില്ല, മറ്റുള്ള ടാസ്കുകളാണ് കൂടുതലും ചെയ്യാറുള്ളത്. സർവേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ് ലഭിക്കും. എന്നാലും അത് ടൈം കൺസ്യൂമിങ് ആയത് കാരണം ഞാൻ അധികം ചെയ്യാറില്ല. നിങ്ങൾ ഈ കോണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ആഡ് വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ, ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ടൈമർ കാണാൻ സാധിക്കും 3, 2, 1 എന്ന് പറഞ്ഞിട്ട്. ആ ടൈമർ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏർണിങ്സ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ പുഷ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടേം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ ഏർണിങ്സ് ലഭിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിപ്പോൾ സജസ്റ്റ് ടെക്സ്റ്റ് എന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്യാം. ദെൻ സെർച്ച്. അപ്പോൾ ഇതുപോലെ സെർച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെറിയ ഏർണിങ്സ് ലഭിക്കും. അപ്പോൾ സെർച്ചിനെല്ലാം ലിമിറ്റ് ഉണ്ട്, അത് ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് കാണാം സജസ്റ്റ് ടെക് എന്ന് അടിച്ചപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ചിലേക്കാണ് വന്നത്. എൻ്റെ ഫുള്ള് വീഡിയോസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേംസ് അടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു ഏർണിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നീടുള്ളത് വീഡിയോ വാച്ചിങ് ആണ്. ഒരുപാട് വീഡിയോസ് ഇതിൽ അവൈലബിൾ ആണ്. അത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈമിങ്ങും അനുസരിച്ച് നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ റെഫറൽസ് ഉണ്ട്. റെഫറൽസ് ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് നിങ്ങൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാം. പിന്നീടുള്ളത് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ വർക്കിംഗ് അല്ല. ഞാനിപ്പോൾ ഓൾറെഡി ഇത് ചെയ്തിരുന്നു. അതായത് ഏതെങ്കിലും വെബ്സൈറ്റിലേക്കൊക്കെ ഉള്ള ലിങ്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഷെയർ ചെയ്ത് ആരെങ്കിലും ആ ലിങ്കിലൂടെ വാച്ച് ചെയ്തതനുസരിച്ച് നമുക്ക് ചെറിയ ഏർണിങ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഓപ്പൺ ആവും അത്. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ള, ഇപ്പോൾ ഇതെല്ലാം എനിക്ക് ലഭിച്ചിട്ടുള്ള റീസെൻ്റായിട്ട് എനിക്ക് മെയ് 20 ലഭിച്ച പേയ്മെൻറ്റ് $10.63. അത് ബിറ്റ് കോയിൻ വൈസ് ആയിട്ടാണ്. ഞാനിപ്പോൾ ബിറ്റ് കോയിനാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിവിടെ കാണാം $11, $13, $11. ഒരുപാട് നാളായിട്ട് ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ, നമ്മളിപ്പോൾ അധികം വർക്കൊന്നും ചെയ്യാതെ ഞാൻ ഇടയ്ക്ക് മാത്രമേ ചെറിയ എന്തെങ്കിലും ഓഫേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെ ആഡെല്ലാം കാണാറുള്ളൂ. അല്ലാതെ തന്നെ എനിക്ക് അത്യാവശ്യം ചെറിയ ഏർണിങ്സ് ഇതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏർണിങ്സ് ചെറിയ രീതിയിൽ ബിറ്റ് കോയിനായിട്ട് ലഭിക്കും. ഫ്യൂച്ചറിൽ ബിറ്റ് കോയിൻ്റെ വാല്യൂ ഒക്കെ കൂടുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ ബിറ്റ് കോയിൻ അഡ്രസ്സ് ഇതിൽ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിങ്സിൽ വരിക, ദെൻ പേയ്മെൻറ്റ് മെത്തേഡ് എടുക്കുക. ഇതാണ് പേയ്മെൻറ്റ് മെത്തേഡ് സെക്ഷൻ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിറ്റ് കോയിനാണ്, കാരണം ഓട്ടോമാറ്റിക് ട്രാൻസ്ഫറാണ് എല്ലാ വ്യാഴാഴ്ചയും. കറക്റ്റ് ആ ദിവസം $10 കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിറ്റ് കോയിൻ എൻ്റെ വാസറക്സ് വാലറ്റിലേക്ക് വരുന്നതാണത്. ബാങ്ക് ട്രാൻസ്ഫറൊക്കെ ഉണ്ട്, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബിറ്റ് കോയിൻ തന്നെയാണ്. ബിറ്റ് കോയിൻ കൊടുക്കുക, ഇവിടെ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിലൂടെ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും വരുന്നതാണ്, വാസറക്സ് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യം 1 വർഷത്തോളമായി എനിക്ക്, അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യം കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ റിവ്യൂസ് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് പൈലറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ 4.1 റിവ്യൂസ് ഓൾറെഡി ഇതിനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂസ് തന്നെയാണ് ഇതിലുള്ളത്. എന്നിരുന്നാലും എനിക്കിപ്പോൾ ഏർണിങ്സ് മുടങ്ങാതെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ റിവ്യൂസിൻ്റെ പ്രത്യേക ആവശ്യമൊന്നുമില്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ ഈ 2 വെബ്സൈറ്റുകളും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുന്ന ബിറ്റ് കോയിനും മറ്റും ഇതുപോലെ സേവ് ചെയ്ത് വെക്കുക. റേറ്റ് കൂടുമ്പോൾ മറ്റുള്ള എക്സ്ചേഞ്ചുകളിൽ നമുക്ക് വിൽപ്പന നടത്തി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ 2 വെബ്സൈറ്റുകളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. ഈസി ടാസ്ക് ആണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. നിങ്ങളുടെ KYC മറ്റൊന്നും കംപ്ലീറ്റ് ഒന്നും ചെയ്യേണ്ട. ഒരു ബിറ്റ് കോയിൻ വാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു വാലറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് കോയിൻ റിപ്ലൈ, അതുപോലെ തന്നെ ടൈം ബക്സ്. രണ്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 വീഡിയോകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.